നമസ്കാരം പ്രിയരെ. ഒരു ജാതി ജാതി, ഒരു ജാതി മതം, ഒരു ജാതി ദൈവം. പണ്ടൊരു കള്ളുകുടിയൻ ഒരു ഗുരുമന്ദിരത്തിന്റെ മുമ്പിൽ പോയി നിന്ന് ബോർഡ് വായിച്ചതാണത്രേ ഇത്. ഇതുപോലെയാണിപ്പോൾ ചില കമ്മ്യൂണിസ്റ്റുകാരും ചില രാഷ്ട്രീയക്കാരും ചില കാവി ധരിച്ചവരുമൊക്കെ സ്വാമി വിവേകാനന്ദനെയും ചട്ടമ്പി സ്വാമികളെയും നാരായണ ഗുരുവിനെയുമൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ഇവരുടെ വ്യാഖ്യാനം കേട്ടാൽ തോന്നും മാർക്സ് മുത്തപ്പൻ ലെനിനും സ്റ്റാലിനും മന്ത്രദീക്ഷ കൊടുത്ത സുബ്രഹ്മണ്യാഷ്ടകവും ഭദ്രകാളി അഷ്ടകവും കേട്ടിട്ടാണ് നാരായണ ഗുരുവൊക്കെ പകർത്തി വെച്ചത്. അവർക്ക് ഈ ഭാരതീയ സംസ്കാരവുമായിട്ടും സനാതനധർമ്മമായിട്ടോ ഒരു ബന്ധവും ഇല്ല എന്ന്. ശ്രീനാരായണ ഗുരു വെറുമൊരു നവോത്ഥാന നായകനാണത്രേ. ഹൈന്ദവ ദർശനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന്. ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് വായിക്കാം. വിനായകാഷ്ടകം, ദൈവദശകം, ശ്രീവാസുദേവാഷ്ടകം, വിഷ്ണുഷ്ടകം, ശ്രീകൃഷ്ണ ദർശനം, ചിജ്ജട ചിന്തനം, മനനാതീതം, തേവാര പതികങ്ങൾ, ശിവപ്രസാദ പഞ്ചകം, സദാശിവ ദർശനം, കുണ്ടലിനിപ്പാട്ട്, ഇന്ദ്രിയ വൈരാഗ്യം, പിണ്ടനന്ദി, അർദ്ധനാരീശ്വര സ്തവം, ശിവസ്തവം, ചിദംബരാഷ്ടകം, ശിവശതകം, ഭദ്രകാളിയഷ്ടകം, ദേവീസ്തവം, കാളീനാടകം, നവമഞ്ജരി, ഗുഹാഷ്ടകം, ഷൺമുഖ സ്തോത്രം, ഷൺമുഖ ദശകം, സുബ്രഹ്മണ്യ കീർത്തനം, ബാഹുലേയാഷ്ടകം, വിശാഖഷഷ്ടി, പിന്നെ ഭാരതീയ ദാർശനികമായ കൃതികൾ, അദ്വൈത ദീപിക, അറിവ്, ബ്രഹ്മവിദ്യാ പഞ്ചകം, നിർവൃതി പഞ്ചകം, ഹോമമന്ത്രം, ആത്മോപദേശ ശതകം, ശ്ലോകത്രയി, ദർശനമാല, പിന്നെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ. ഇത് മുഴുവനും ഭാരതീയ ദർശനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ വേദാന്ത സൂത്രമുണ്ട്, ദൈവചിന്തനം, ഈശോവാസ്യോപനിഷത് ഭാഷ. അത് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ സനാതനധർമ്മമായിട്ടോ ഭാരതീയമായിട്ടോ യാതൊരു ബന്ധവുമില്ലല്ലോ അല്ലെ. അങ്ങനെ സനാതനധർമ്മത്തിൽ നിന്ന് എത്രയ്ക്ക് നിങ്ങൾ പറിച്ചു മാറ്റാൻ ശ്രമിച്ചാലും ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും വിവേകാനന്ദ സ്വാമികളെയും ഒന്നും പറിച്ചു മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ CPM-ൻ്റെയോ DYFIൻ്റെയോ ഫ്ലക്സുകളിൽ കൊണ്ടുപോയിട്ട് ഇവരുടെ എല്ലാവരുടെയും തല പതിപ്പിച്ചു വെച്ചതുകൊണ്ട് ഇവരാരും സനാതനധർമ്മത്തിൻ്റെതല്ലാതാവുന്നില്ല. കാരണം സനാതനധർമ്മം എന്നത്, സനാതനം എന്ന വാക്കിന്റെ അർത്ഥം നാശമില്ലാത്തത് എന്നാണ്. കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ ദർശനങ്ങൾ അതുകൊണ്ട് തന്നെ സനാതന മൂല്യങ്ങളാണ്, സനാതനധർമ്മം എന്നും നിലനിൽക്കുന്നതുമാണ്. അതിൻ്റെ ഗുരുപരമ്പരയിലെ കണ്ണികളാണ് ഈ പറഞ്ഞ എല്ലാ ഗുരുക്കന്മാരും. കാലാകാലങ്ങളിൽ ഭഗവാൻ പറഞ്ഞതുപോലെ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ പറഞ്ഞത് അനുസരിച്ച് കാലാകാലങ്ങളിൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അവർ വരും. ശങ്കരനായും ശ്രീരാമകൃഷ്ണ പരമഹംസനായും ഒരു വിവേകാനന്ദ സ്വാമിയായും നാരായണ ഗുരുവായും ഒക്കെ അവർ വരും. അതിനൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ മതേതരക്കാരനോ ഒരു ചൊറിഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ സനാതനം എന്ന വാക്ക് എന്താണെന്ന് ആദ്യം ഈ മുഖ്യസ്ഥാനത്തിരിക്കുന്നവരൊക്കെ പഠിക്കുക. സനാതനം എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തുമുള്ള മൂല്യങ്ങളാണ്. ഐസക് ന്യൂട്ടൻ ഭൂഗുരുത്വ ബലം കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും അതവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഹൈന്ദവ ദർശനമെന്നോ സനാതനധർമ്മമെന്നോ എന്ത് നിങ്ങൾ പേര് കൊടുത്താലും ആ മൂല്യങ്ങൾ അവിടെയുണ്ട്. മന്ത്രദ്രഷ്ടാക്കൾ എന്നാണ് നാം ഋഷികളെ പറയാറ്. മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറഞ്ഞാൽ മന്ത്രത്തെ കണ്ടെടുത്തവരാണ്, അതുണ്ടാക്കുന്നവരല്ല. മന്ത്രം അവിടെ ഉണ്ടായിരുന്നു, അതിനെ കണ്ടെടുക്കുന്നവർ. അതുപോലെ ഈ മൂല്യങ്ങളെ, ഈ മന്ത്രങ്ങളെ ഇത് കണ്ടെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് സനാതനമായ മൂല്യങ്ങളാണ്. ഇത്രയേ ഈ കാര്യത്തെപ്പറ്റി, സനാതനത്തെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറയാനുള്ളൂ. ഇന്ന് മന്നത്ത് പത്മനാഭൻ്റെയും ജയന്തിയാണ്. മന്നത്ത് പത്മനാഭനും ഇതുപോലെ തന്നെ ഹൈന്ദവ നവോത്ഥാനത്തിനും ഈ അനാചാരങ്ങളെ തുടച്ചു മാറ്റാനും ഐത്തത്തെ തുടച്ചു മാറ്റാനും ഒക്കെ വേണ്ടി ഒരു കാലത്ത് നവോത്ഥാന നായകനായി മുമ്പിൽ നിന്ന് സവർണ ജാഥ, അവർണർക്ക് വേണ്ടി സവർണ ജാഥ നയിച്ച ഒരു സമരനായകനായിരുന്നു. ഇവരെയൊക്കെയും വ്യത്യസ്തമായ കളങ്ങളിൽ നിർത്തിക്കൊണ്ട്, സമുദായങ്ങളുടെ കളങ്ങളിൽ നിർത്തിക്കൊണ്ട് ഹൈന്ദവ ഏകീകരണത്തെ നിങ്ങൾ തടയുന്നത് എന്തുകൊണ്ടാണെന്ന്
ചിന്തിക്കുന്നവർക്കൊക്കെയും അറിയാം. ഇത് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും രാഷ്ട്രീയ ബുദ്ധിയിൽ ഇനി ഹിന്ദു ഒരിക്കലും വീഴില്ല എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള വെപ്രാളമാണ് നിങ്ങൾക്ക്. ശ്രീ മുരളീധരനും സുകുമാരൻ നായരും ഒക്കെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, ഇതേപോലെ പറയാൻ, മറ്റു മതങ്ങളെപ്പറ്റി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോയെന്ന്. മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടാവില്ല. കാരണം മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമല്ല, ഒരച്ഛനും ബാപ്പയും കൂടിയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ മരുമകൻ ചോദിക്കും, ഉപ്പ എന്താ ഞങ്ങളുടെ കിതാബിനെയും മതത്തിനെയും പറ്റി അങ്ങനെ കുറ്റം പറഞ്ഞതെന്ന്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതൊന്നും പറ്റില്ല. മുഖ്യമന്ത്രിക്ക് എല്ലാ സ്ഥലങ്ങളിലും മതേതരമായി ഉയർന്നു നിൽക്കണമെങ്കിൽ ഹൈന്ദവതയെ കുറ്റം പറഞ്ഞേ പറ്റുള്ളൂ, ശബരിമലയെ തകർത്തേ പറ്റുള്ളൂ, ശിവഗിരിയെയും മറ്റ് ക്ഷേത്രങ്ങളെയും ഒക്കെ മതേതരവൽക്കരിച്ചേ പറ്റുകയുള്ളൂ. ഈ ശ്രീനാരായണ ഗുരു SNDP യോഗം സ്ഥാപിക്കാനുള്ള കാരണം ഡോക്ടർ പൽപുവിലൂടെ വിവേകാനന്ദൻ ചെലുത്തിയ സ്വാധീനമാണെന്നാണ് ചരിത്രം പറയുന്നത്. ഡോക്ടർ പൽപു ഈ ഐത്തത്തിനും ജാതിക്കും എതിരായിട്ട് ആ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുകയും ഐത്തത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഒരു സന്യാസിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ സംഘടന രൂപീകരിക്കുകയും ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യാൻ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഡോക്ടർ പൽപു കേരളത്തിലേക്ക് വന്ന് ശ്രീനാരായണ ഗുരുവുമായി സംസാരിച്ച് കുമാരനാശാനുമായി സംസാരിച്ച് അങ്ങനെയാണത്രേ ഈ അരുവിപ്പുറത്ത് അമ്മച്ചിപ്ലാവിൻ ചുവട്ടിൽ ശ്രീനാരായണ പരിപാലന സംഘം ഉണ്ടാവുന്നത്. അതാണ് ഈ SNDPയുടെ ചരിത്രം. അങ്ങനെ ഈ ഹൈന്ദവ ദർശനങ്ങളുടെ ഹൈന്ദവ ദർശനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച വിവേകാനന്ദ സ്വാമികളുടെ നിർദ്ദേശത്താൽ ഹൈന്ദവ നവോത്ഥാനത്തിന് വേണ്ടി ഉണ്ടായ സംഘടനയാണ് SNDP. SNDPയും NSSും ഒക്കെയും തങ്ങളുടെ തന്നെ സമുദായത്തിലുള്ള അനാചാരങ്ങളെ തുടച്ചു മാറ്റിക്കൊണ്ട് ഐത്തമില്ലാതാക്കിക്കൊണ്ട് ഹൈന്ദവതയെ ഏകീകരിക്കാനുണ്ടായ സമുദായ സംഘടനകളാണ്. അതിനെ നിങ്ങൾ വ്യത്യസ്ത കളത്തിൽ നിർത്തിക്കൊണ്ട് എത്രയേറെ വ്യാഖ്യാനിച്ചാലും വക്രീകരിച്ചാലും അത് ഫലവത്താവാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾ സനാതനധർമ്മത്തിന് എതിരായിട്ട് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണല്ലോ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം എന്ന് പറയുന്ന ഒരു ശ്ലോകം. അത് മുഴുവനായിട്ട് മുഖ്യമന്ത്രി കേട്ടിട്ടുണ്ടോ? സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷ എന്നാണ് അതിൻ്റെ ആദ്യത്തെ വരി. ന്യായേണ മാർഗേണ മഹീം മഹീഷ. ഈ രാജ്യത്തെ ഒരു ഭരണാധികാരി ന്യായമാർഗത്തിലൂടെ വേണം പരിപാലിക്കാൻ. പ്രജകൾക്ക് സ്വസ്തി ഉണ്ടാവണമെങ്കിൽ ന്യായമായ മാർഗത്തിലൂടെ ഭരണാധികാരി പരിപാലിക്കണം. ഈ വരികളൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നായി പഠിക്കണം. അതിനുശേഷം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് നമുക്ക് പറയാം. ഈ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് സനാതന സംസ്കാരത്തെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ മനസ്സിലാക്കണം, ഗോ എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ പ്രതീകമാണ്. ഇന്നും ഒരു പശു ഉള്ള വീട്ടിൽ അന്നം മുട്ടില്ല. ചാണകം വിറ്റിട്ടെങ്കിലും അവര് അന്നം വാങ്ങും. സമ്പത്തിന്റെ, സമൃദ്ധിയുടെ, കാർഷിക വൃത്തിയുടെ പ്രതീകമാണ് ഗോ എന്നത്. ഗോയിന് പല അർത്ഥങ്ങളും മറ്റു പല അർത്ഥങ്ങളും സംസ്കൃതത്തിലുണ്ട്. അതുപോലെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ക്രോസ് ബെൽറ്റ് ഇട്ട പുരോഹിതനല്ല. ബ്രാഹ്മണൻ അറിവിന്റെ പ്രതീകമാണ്. പഠിച്ചും പഠിപ്പിച്ചും ത്യാഗം ചെയ്തും സത്യമാർഗത്തിൽ, ബ്രഹ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ് ബ്രാഹ്മണൻ. അല്ലാതെ നിങ്ങളീ പറയുന്ന കേരളീയ നമ്പൂതിരി അല്ല, പൂജ ചെയ്യുന്നവനല്ല. ആ അർത്ഥത്തിലല്ല അത്. അതുകൊണ്ട് ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ സനാതനധർമ്മത്തെ പ്രതിരോധിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ന്യായേണ മാർഗേണ മഹിം മഹീഷ എന്നുള്ള ആ വരിയാണ് എന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേ നാരായണ ഗുരുവാണ് ഈ SNDPയുടെ ജനറൽ സെക്രട്ടറിയായ കുമാരനാശാനെ 1921 ഖിലാഫത്ത് നടന്ന ഏറനാട്ടിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കി വരാൻ പറഞ്ഞതും കുമാരനാശാൻ ദുരവസ്ഥ എഴുതിയതും.
ആ ദുരവസ്ഥയിലാണ് അന്ന് കുമാരനാശാൻ എഴുതിയത് ക്രൂരമുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവച്ചോരയാൽ ചോന്നെഴും ഏറനാട്ടിലെന്ന്. അത് എഴുതിയതിനു ശേഷമാണ് ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ്, ഈ മതപരിവർത്തനത്തിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് കുമാരനാശാനെ ചളിയിൽ ചവിട്ടിത്താഴ്ത്തി ബോട്ടപകടമുണ്ടായി എന്ന് പറഞ്ഞത്. ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും ഒക്കെയും മതത്തിനു വേണ്ടി നിലകൊണ്ടവരായിരുന്നു, ഹൈന്ദവ സംസ്കാരത്തിന് വേണ്ടി. ഈ മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു പോകുന്നതിനെ എതിർക്കാൻ വേണ്ടി സ്വസമുദായത്തിലെ അനാചാരങ്ങളെ തുടച്ചു മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെയും അവർ സനാതനധർമ്മത്തിന്റെ ശക്തരായ ഗുരുപരമ്പരകളാണ്. നിങ്ങൾ എത്രയേറെ ശ്രമിച്ചാലും അവരെ പറിച്ചു മാറ്റാൻ കഴിയുകയില്ല. മുഖ്യമന്ത്രി സനാതനധർമ്മത്തിലെ നല്ല ശ്ലോകങ്ങൾ പഠിക്കണം, അത് നടപ്പിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അപേക്ഷ. നന്ദി.